ഹലോ ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇത് ഐക്യ വ്ളോഗിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇത് വാർഡ്രോബിൻ്റെ സെക്ഷനാണ് കേട്ടോ. നമ്മൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാർഡ്രോബിൻ്റെ സെക്ഷനിലേക്ക് പോകുന്നു. നല്ല നല്ല വാർഡ്രോബ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ഫിറ്റഡ് ആയിട്ടുള്ള വാർഡ്രോബ്, സ്ലൈഡിങ് വാർഡ്രോബ്, പിന്നെ ഓപ്പൺ വാർഡ്രോബ്, ഹോൾവേ വാർഡ്രോബ്, പിന്നെ കുട്ടികൾക്ക് പറ്റുന്ന വാർഡ്രോബ്, പിന്നെ മിററുള്ള വാർഡ്രോബ്, പിന്നെ വോക്ക് ഇൻ ക്ലോസറ്റ് പോലുള്ള വാർഡ്രോബ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് വാർഡ്രോബ് ഇതിനുള്ളിൽ ഉണ്ട് കേട്ടോ. വരുന്നത് ബെഡ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇതിൽ ഡബിൾ ബെഡ് സ്റ്റോറേജ് ഉള്ള ബെഡുണ്ട്, സിംഗിൾ ബെഡുണ്ട്, പിന്നെ ഗസ്റ്റിൻ്റെ ബെഡുണ്ട്, പിന്നെ അപ്ഹോൾസ്റ്റേർഡ് ബെഡ്സ് ഉണ്ട്, പിന്നെ ചിൽഡ്രൻസിൻ്റെ ബെഡുണ്ട്, ബങ്ക് ബെഡ് ഉണ്ട്, പിന്നെ സോഫ കം ബെഡ് ഉണ്ട്. അങ്ങനെ ഉള്ള എല്ലാ ടൈപ്പും ഈ ഒരു സെക്ഷനിൽ നമുക്ക് കാണാം കേട്ടോ. ബങ്ക് ബെഡൊക്കെ സെയിലുണ്ട്. 17,000 റുപ്പീസാണ് അതിന് വരുന്നത്. അപ്പോൾ നല്ല ഇത് വേറൊരു ബങ്ക് ബെഡാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലിട്ട ഷീറ്റുകളൊക്കെ നമുക്ക് വേറെ സെപ്പറേറ്റ് വാങ്ങിക്കാം കേട്ടോ. അതൊക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്ത റൂമിലേക്ക് കടക്കുമ്പോൾ അവിടെ അതൊക്കെ കാണാൻ പറ്റും. അപ്പം അങ്ങനെ ഇത് കണ്ടില്ലേ, അടിയിൽ സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ സിറ്റിംഗ് ഏരിയ പോലെ വന്നിട്ട് മുകളിൽ ഒരു ബെഡ് സെറ്റപ്പ്. ഇതാ ഞാൻ പറഞ്ഞിട്ടുള്ള ഇവിടുന്ന് കുറേ ടൈപ്പ് വാർഡ്രോബ്സ് ഒന്നിച്ച് വരുന്നത് ഒരു സെക്ഷനുണ്ട്. അപ്പോൾ ആ സെക്ഷനിൽ ഒരുപാട് ടൈപ്പ് വാർഡ്രോബ്സ് ഉണ്ട് കേട്ടോ. അവിടെ സ്ലൈഡിങ് വാർഡ്രോബ്സ് ഉണ്ട്, പിന്നെ വാർഡ്രോബിന് ഒരു കോമ്പിനേഷൻ തന്നെ ഉണ്ട്. പിന്നെ വാർഡ്രോബ് മാത്രമായിട്ടുള്ളതുണ്ട്, വാക്ക് ഇൻ വാർഡ്രോബ് ഉണ്ട്, സ്ലൈഡിങ് ഡോറൊക്കെ ഉള്ള, പിന്നെ ബേസ് ക്യാബിനറ്റ് പോലുള്ള വാർഡ്രോബും ഉണ്ട് കേട്ടോ. ഈ വാർഡ്രോബ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഒരു മിററൊക്കെ വന്നിട്ടുള്ളതാണ് ഈ വാർഡ്രോബ് വരുന്നത്. ഇതും നല്ലൊരു വാർഡ്രോബാണ്. 2 സെക്ഷനായിട്ടുണ്ട്. 38,000 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് വേറെ ഒരു വാർഡ്രോബാണ് കേട്ടോ. ഇതും ഒരു സ്ലൈഡിങ് വാർഡ്രോബാണ്, പക്ഷേ വിത്തൗട്ട് മിററാണ് കേട്ടോ. ഈ വാർഡ്രോബ് 21,000 അങ്ങനെ ഡയറക്റ്റ് ഓപ്പൺ ചെയ്യാം. സാധാരണ വാർഡ്രോബ് ഓപ്പൺ ചെയ്യുന്ന പോലെ ഇതിന് മുകളിലേക്കും ഉണ്ട് കേട്ടോ. അത് അതിൻ്റെ വാർഡ്രോബ് സെക്ഷൻ വരുന്നത്. ഏകദേശം ഈ സമയമാകുമ്പോഴേക്കും നമുക്ക് നല്ല വിശപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ക്യാൻറ്റീനിലേക്ക് എന്നിട്ട് നമ്മൾ ഒരു എന്താ കഴിച്ചത് വെച്ചാൽ ഒരു നല്ല തിരക്കുണ്ട് കേട്ടോ ക്യാൻറ്റീനിൽ. ഇത് കണ്ടോ, രാവിലെ കണ്ട സ്ഥിതിയല്ല, ഭയങ്കര തിരക്കുണ്ടെന്ന്. ഒരു സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ കുറേ നിറച്ചും ആൾക്കാരുണ്ട് കേട്ടോ. ഇനി മറ്റേ ഫുഡ് സെക്ഷനിലും ഒക്കെ ഭയങ്കര ക്യൂ ആണ് കേട്ടോ അവിടെ. അപ്പം ഇതൊരു 1:30 ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇവിടേക്ക് എത്തിയപ്പം. അപ്പോൾ ഞാൻ എന്താക്കി വെച്ചാൽ ഇതിവിടെ ചെറിയൊരു പ്ലേ ഏരിയ പോലുള്ള സ്ഥലമുണ്ട്. അപ്പോൾ മോനെ അവിടെ ആക്കി, എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സീറ്റിലാണ് കേട്ടോ ഞങ്ങൾ ഇരുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചത്. ഇതൊരു ഹേർബ് റൈസാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഹേർബ് റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു നോർമൽ റൈസും അതിൻ്റെ കൂടെ ബട്ടർ ചിക്കനുമാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഈ ഒരു ഗ്ലാസ് ഓഫ് എന്തോ ഒരു ജ്യൂസ് പോലുള്ള ഒരു സാധനമാണ് കേട്ടോ. ഇത് ഒറ്റ ഗ്ലാസ് എടുത്തിട്ടുള്ളൂ. ഇത് ഒറ്റ ഗ്ലാസ് എടുത്താൽ മതി, പിന്നെ ബാക്കി അൺലിമിറ്റഡ് ആണ് കേട്ടോ. ഫുഡ് ഞങ്ങൾ 3 ആളും കൂടി കേട്ടോ കഴിച്ചത്. അതുകൊണ്ട് തന്നെ അത് മതിയായിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക്. ഫുഡ് മതിയാവാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്താക്കി വെച്ചാൽ ഒരു വെജ് സാൻഡ്വിച്ചും പിന്നെ ഈ ഒരു സംഭവം വാങ്ങിയിട്ടു. ഇതിൻ്റെ പേര് ഈ സാൻഡ്വിച്ചും അതിൻ്റെ അടുത്തുള്ളത് ഒരു സ്വീറ്റ് ഐറ്റം കേട്ടോ. അത് രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചൂടാക്കി കഴിക്കാം കേട്ടോ. ഇതൊക്കെ ചെറിയൊരു തണുപ്പുണ്ട്.
അങ്ങനെ. അപ്പോൾ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. ഉച്ചത്തെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ ഇവിടെ എത്തി. ഇത് ഏതോ ഒരു സ്ഥലമാണ്. എന്തായാലും ഇത് മറ്റേ പുഡിങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ എന്ന ട്രൈ ആണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും ഞാനത് എടുത്തിട്ടില്ല, ഞാനത് ഉണ്ടാക്കാത്തതുകൊണ്ട്. പിന്നെ ഫുഡ് കണ്ടെയ്നർ സെക്ഷനാണ് കേട്ടോ. അത് ഒരുപാട് കണ്ടെയ്നേഴ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ റേറ്റൊക്കെ 349 അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നതിനകത്ത്. അപ്പം അങ്ങനെ പിന്നെയുള്ളതൊരു സ്റ്റോറേജ് ബോക്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. അതും അത്യാവശ്യം നല്ല വില കുറവ് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഈ ടൈപ്പ് ബോക്സസ് ഉണ്ടായിരുന്നു. ഈ ടൈപ്പ് ബോക്സസ് ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ബോക്സസാണ്, നല്ല ക്വാളിറ്റി ഉണ്ട് ബോക്സസിന്. പിന്നെ ഇതിൻ്റെ റേറ്റും അത്ര വരുന്നില്ല. ഇത് ചെറുപയർ, കടല, പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള ബോക്സായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് 500 ഗ്രാമിൻ്റെയോ പിന്നെ 1.5 kgൻ്റെയോ വരുന്നത് കേട്ടോ. പിന്നെ ഈ പീലർ ഞാൻ എടുത്തിട്ടില്ല, പക്ഷേ എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ളതുകൊണ്ട് നല്ല ഒരു ഇതാണെന്ന് തോന്നിയിട്ടോ. ഇത് സോഫേൻ്റെ മുകളിലൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഒരു എന്താ പറയുക സാധനമാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഇവിടെ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലും സാധനം വേണ്ടെങ്കിൽ പിക്ക് ചെയ്തിട്ട് നമ്മുടെ കാട്ടിലിടാം കേട്ടോ. പിന്നെ ബെഡിൻ്റെ മുകളിലൊക്കെ വയ്ക്കുന്ന ഒരു ചെറിയ ഇതില്ലേ, പില്ലോ, അതൊക്കെയാണ് കേട്ടോ. പിന്നെ അതിനുശേഷം ഞങ്ങൾ അങ്ങനെ നടക്കുമ്പോൾ കണ്ടതാണ് കേർട്ടൻ സെയിൽ. 3400 കിട്ടുന്ന കേർട്ടനാണ് കേട്ടോ അത്. അപ്പോൾ അത് സെയിലായതുകൊണ്ടാണ് അത്ര റേറ്റ് കുറവ് വരുന്നത്. പിന്നെ ഈ ടൂൾ ബോക്സ് നല്ലൊരു ഇതാട്ടോ. ഓൾറെഡി ഞങ്ങളുടെ കയ്യിലുണ്ട് ഈ ടൂൾ ബോക്സ്. ടൂൾ ബോക്സിൻ്റെ വേറെ ഏതൊക്കെയോ ടൈപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഹാങ്ങേഴ്സ് 5 പാക്കിന് 399 റുപ്പീസ് ആട്ടോ. നല്ലതാണെന്ന് തോന്നുന്നു. എൻ്റെ അടുത്ത് ഇല്ല കയ്യിൽ സാധനം, പക്ഷേ എൻ്റെ അടുത്ത് വേറെ ഓൾറെഡി ഹാങ്ങർ ഉള്ളതുകൊണ്ട്. പിന്നെ കൊട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 549 കൊടയാണ് കേട്ടോ അത്. ഇത് കുട്ടികളുടെ റൂമിലേക്കുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ അവിടെ. അതായത് ഒരുപാട് അല്ലാത്ത റൂമിലേക്കും ഉണ്ട്, പക്ഷെ അത് കുട്ടികളുടെ റൂമിലേക്കുള്ളതാണ്. ഇത് നമുക്കല്ലാതെയും വേറെ നമ്മളെ റൂമിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതാ ഈ ലൈറ്റ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. 1200 റുപ്പീസ് മൂൺ ലൈറ്റ്. ഈ ലൈറ്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ക്രിസ്മസിൻ്റെ സമയമായതുകൊണ്ട് തന്നെ നല്ല ഒരുപാട് ഇങ്ങനെ ക്രിസ്മസ് ഡെക്കോറിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഐറ്റംസും ട്രീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 2900 എത്രയാണ് വരുന്നത്. പിന്നെ അതൊരു ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഒരുപാട് മറ്റേ എന്താ പറയുക ബാൽക്കണിയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനത്തെ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഫ്ലവേഴ്സും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഫ്ലവേഴ്സൊക്കെ കാണുമ്പോൾ ഒറിജിനൽ പോലെ ഉണ്ടല്ലേ, പക്ഷേ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആട്ടോ അത്. ഈ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ഒക്കെ സെക്ഷൻ കഴിഞ്ഞതിൻ്റെ ശേഷം മിറേഴ്സിൻ്റെ സെക്ഷൻ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ആ ഏരിയ. അപ്പം പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം നേരെ എന്താ പറയുക അതിൻ്റെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വെക്കുന്ന കസ്റ്റമർ കെയറിൻ്റെ നമ്മൾ ബില്ലിംഗ് സെക്ഷൻ്റെ ഒക്കെ ഏരിയയിലാണ് കേട്ടോ ഉള്ളത്. ഇവിടെ നിന്നാണ് കേട്ടോ നമുക്ക് സ്റ്റോക്ക് ഇവിടുന്ന് എടുത്തു തരാം. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു ബെഡ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് അത് സ്റ്റോക്കിലുണ്ടെങ്കിൽ നമുക്കത് ഓർഡർ ചെയ്ത് നമുക്ക് വീട്ടിലെത്തിച്ച് തരും, ഡെലിവറി ചെയ്ത് തരും കേട്ടോ. ബെഡോ സോഫയോ അങ്ങനെ എന്താണെങ്കിലും.
ഇത് വലിയൊരു വെയർ ഹൗസ് പോലുള്ള സെറ്റപ്പാണ് കേട്ടോ. അത് നമുക്ക് ഉള്ളിലേക്ക് കയറാനൊന്നും പറ്റില്ല, പക്ഷേ കുറച്ച് സ്ഥലം നമുക്ക് കയറാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്ഥലം മാത്രം. അതിന് ശേഷം നമുക്ക് നേരെ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അത് നമ്മളെടുത്ത സാധനങ്ങളൊക്കെ അപ്പോൾ അതാ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുക കേട്ടോ. ചെക്കൗട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെക്കൗട്ട് ചെയ്യുന്ന സമയം അങ്ങനെ. അങ്ങനെ ഞങ്ങൾ ചെക്കൗട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. പുറത്തിറങ്ങിയതിന് ശേഷം ഇത് കസ്റ്റമർ കെയറിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ. ചെക്കൗട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഉള്ളത് ഈ ഒരു ഏരിയ വന്നിട്ടുള്ളത്. ഡെലിവറി സർവീസ്, പിന്നെന്താ കളക്ഷൻ പോയിൻറ്റ്, പിന്നെന്താ എക്സ്ചേഞ്ച് ഓഫ് മാട്രസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ് കേട്ടോ അത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം സ്വാതി.